ഗൈസ്, ചിക്കൻ കറി വെക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ വെക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി ഞാനൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിറ്റേ ദിവസത്തേക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് നമുക്കൊരു കല്ലിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ കേട്ടോ. അപ്പം നമ്മൾ ഉരുളി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചതച്ച് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കുറച്ച് എമൗണ്ട് തന്നെ എടുക്കാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 സവാളയാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നീളനായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക. കനം കുറഞ്ഞിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി അത് വഴണ്ടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ ചിക്കൻ കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളകും പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നല്ലപോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ തൈര് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂത്ത ചിക്കനൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മൂത്തതല്ലാന്നുണ്ടെങ്കിലും തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവട്ടെ ചിക്കൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാനിത്തിരി കളർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ വീഡിയോയ്ക്ക് ഒരു കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം നേരം ഇളക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ തക്കാളി ഒന്ന് ഉടയണ നേരം ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളകും പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഞാൻ 2 ടീസ്പൂൺ വെച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊടിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ട് ഒരു സ്മെല്ല് വരുമല്ലോ, അതായത് ഇപ്പം നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ട് നല്ലൊരു മണം വരും. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. എന്നിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വെള്ളം വേണ്ട, ഈ ഒരു പരുവത്തിൽ ഗ്രേവി അധികം ഇല്ലാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ആ ഒരു ടൈമിൽ ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചാറ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ടിട്ട് മൂടി വെച്ച് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതേപോലെ കിട്ടും കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ നോക്കണേ.